കാട്ടൂർ ലക്ഷ്മി കൊലക്കേസ് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷ ഒക്ടോബർ 7-ന് വിധിക്കും. ഗുണ്ട സംഘാംഗങ്ങളായ കാട്ടൂർ കാട്ടുകടവ് നന്ദിലത്തുപറമ്പിൽ വീട്ടിൽ 35 വയസ്സുള്ള ദർശൻ കുമാർ, കരാഞ്ചിറ ചെമ്പാപ്പുള്ളി വീട്ടിൽ 35 വയസ്സുള്ള നിഖിൽ ദാസ്, പുല്ലഴി ഒളരി നങ്ങേലി വീട്ടിൽ 36 വയസ്സുള്ള ശരത്, ചൊവ്വൂർ പാറക്കോവിൽ കള്ളിയത്ത് വീട്ടിൽ 35 വയസ്സുള്ള രാകേഷ് എന്നിവരെയാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് എൻ വിനോദ് കുമാർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. പ്രതികൾക്കുള്ള ശിക്ഷ ഒക്ടോബർ 7-ന് വിധിക്കും. കാട്ടൂർ പോലീസ് സ്റ്റേഷനിലെ ഗുണ്ടാ ലിസ്റ്റിലുള്ള കാട്ടുകടവ് നന്ദാനത്തുപറമ്പിൽ ഹരീഷിന്റെ ഭാര്യ 43 വയസ്സുള്ള ലക്ഷ്മിയാണ് 2021 ഫെബ്രുവരി 14-ന് രാത്രിയിൽ ഗുണ്ടാ സംഘത്തിന്റെ വെട്ടേറ്റു മരിച്ചത്. കാട്ടുകടവിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ മുൻവശത്ത് റോഡിൽ വെച്ച് തോട്ടയെറിഞ്ഞ് വീഴ്ത്തിയാണ് ലക്ഷ്മിയെ വാളുകൊണ്ട് വെട്ടി കൊലപ്പെടുത്തിയത്. ഇൻസ്പെക്ടർമാരായ വി അനിൽകുമാർ, അനീഷ് കരീം, TV ഷിബു, CB അരുൺ, P ജ്യോതീന്ദ്രകുമാർ, SI മാരായ R രാജേഷ്, K സുഹൈൽ, ജസ്റ്റിൻ, രഞ്ജിത്ത്, ജിനുമോൻ തച്ചേത്ത് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 59 സാക്ഷികളെ വിസ്തരിച്ച് 39 തൊണ്ടിമുതലുകളും 176 രേഖകളും ഹാജരാക്കി. പ്രതിഭാഗത്തു നിന്നും 3 സാക്ഷികളെ ഹാജരാക്കി, 5 രേഖകളും ഹാജരാക്കി. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ്, മുൻ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് PJ ജോബി, അഭിഭാഷകരായ എബിൻ ഗോപുരൻ, PS സൗമ്യ എന്നിവർ ഹാജരായി.